കേന്ദ്ര ഈ ഭാഗത്തും നമസ്കാരം. പിലാത്രയിലെ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു സ്ഥലത്താണ് പിലാത്ര.com ഉള്ളത്. ഇവിടെ ടാക്സി തൊഴിലാളികൾ വാഹനം പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ അടുത്തായിട്ട് കുറച്ച് പുല്ലൊക്കെ ഇട്ട ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ചേട്ടൻ നടന്നു പോകുന്ന ഈ ഒരു സ്ഥലം കണ്ടല്ലോ, ഈ സ്ഥലത്ത് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താണെന്ന് നമുക്ക് ഇവിടുത്തെ ടാക്സി ഡ്രൈവർമാരോട് തന്നെ ചോദിച്ചറിയാം. അവിടെ കാണാൻ വേണ്ടി പറ്റും ഓട്ടോ തൊഴിലാളികൾ, പ്രത്യേകിച്ച് ടാക്സി ഡ്രൈവർമാരുടെ ഒരു പാർക്കിംഗ് ഏരിയ ആണ് പിലാത്രയിൽ വരുന്ന ഈ ഒരു സ്ഥലം. ഇപ്പോൾ നമുക്കറിയാം ആ സ്ഥലത്ത് കുറച്ച് പുല്ലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, കാണുന്നുണ്ട് അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് അത് ചെയ്തത്? അതൊരു കുഴി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. ആ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താ? അതേ KC ഹോട്ടലിന്റെ ഒരു പഴയ കിണറായിരുന്നു, അത് തൂർത്തിട്ട് ഇപ്പൊ താണു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ പിലാത്രയിലെ സ്ഥിരമായിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ആദ്യകാല ഹോട്ടലാണ് KC ഹോട്ടൽ എന്ന് പറയുന്നത്. ഒരു കാലത്ത് നമ്മുടെ ഇവിടെയായിരുന്നു ആ KC ഹോട്ടൽ ഉണ്ടായിരുന്നത്. അതിന്റെ കിണറാണ് ആ സ്ഥാനം എന്ന് പറയുന്നത്. ഞാൻ 10-30 കൊല്ലമില്ല പരിചയമാണ് പിലാത്രയിൽ. ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് വല്ല സങ്കടമുണ്ട്. അല്ല, ഇത് ബലപ്പെടുത്തിയിട്ട് തറയണം ആദ്യം, അല്ലെങ്കിൽ ഈ വെള്ളം അവിടെ തന്നെ വെള്ളം കെട്ടിയേക്കുന്നില്ലേ, അതുകൊണ്ട് അത് ആദ്യം താണുപോകാൻ സാധ്യതയുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ദേശീയപാത അധികൃതര് കൃത്യമായിട്ട് സ്ഥലം മനസ്സിലാക്കാതെയും മണ്ണ് പരിശോധിക്കാതെയുമാണ് ഇവിടെയുള്ള നിർമ്മാണങ്ങൾ നടത്തിയെന്ന കാര്യത്തിൽ തന്നെയാണ് പിലാത്ര.com അന്നും ഇന്നും ഉറച്ചേൽക്കുന്നത്. അതിന്റെ ഒരു ബാക്കി പത്രമാണ് ഈ കാണുന്ന രീതിയിലേക്ക് ആ കിണർ തൂർന്നു പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് പിലാത്ര.com ഉദ്ദേശിക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, കൃത്യമായിട്ട് മേഗാ കൺസ്ട്രക്ഷൻ കമ്പനി നമ്മുടെ നാടിനെ കുറിച്ച് പഠിക്കാതെ മനസ്സിലാക്കാതെയാണ് കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മേഗാ കൺസ്ട്രക്ഷൻ കമ്പനി ആയതുകൊണ്ട് മാത്രമാണ് നമ്മുടെ പിലാത്ര ഈ രീതിയിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നോക്കിക്കഴിഞ്ഞാൽ മാതമംഗലം റോഡ്, പഴയങ്ങാടി റോഡ്, ദെൻ പയ്യന്നൂരിൽ നിന്ന് വരുന്ന ബൈപ്പാസിലാണ് ഈ കുഴി ഉണ്ടായിരിക്കുന്നത്. ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും, എത്രയോ കാലമായിട്ട് ദിവസങ്ങളായിട്ട് പറയുന്നതാണ് ഇവിടെ ഓവുചാല് വരും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. ഈ ചെറിയ മഴയിൽ പോലും വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു കാഴ്ച നമുക്കിതാ ഇവിടെ നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സോ ഇവിടെയും ഒരു കിണറുണ്ട്, നമുക്കറിയാം വേസ്റ്റ് കൊണ്ട് തൂർത്തിയിട്ടുള്ള ഒരു കിണറുണ്ട്. ആ കിണർ പോകുന്ന സ്ഥലത്ത് കുറച്ചു കാലം മുമ്പേ പിലാത്ര.com നമ്മുടെ പ്രേക്ഷകരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ ഇടിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അതും കേവലം കോൺക്രീറ്റ് മാത്രം ചെയ്ത് താൽക്കാലിക സംരക്ഷണം കൊടുക്കാനാണ് മേഗാ കൺസ്ട്രക്ഷൻ കമ്പനി ശ്രമിച്ചിട്ടുള്ളത്. വീണ്ടും ആ കിണറുള്ള ഭാഗം താവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുമാത്രമല്ല, ആ റോഡിന്റെ അരികിലേക്ക് കൂടിയാണ് ഈ കാണുന്ന ഭീമാകാരമായിട്ടുള്ള ഈ ഒരു പാലം വരുന്നത്. തീർച്ചയായിട്ടും അധികാരികൾ കണ്ണു തുറക്കേണ്ട ഒരു സമയം തന്നെയാണിത്. ഇത് ചെറിയ രീതിയിൽ മൂടിക്കളയേണ്ട വസ്തുതയല്ല. അധികാരികൾ കണ്ണു തുറന്നുകൊണ്ട് മേഗാ കൺസ്ട്രക്ഷൻ കമ്പനി കൃത്യമായിട്ടുള്ള നടപടി എടുക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുകയാണ്.